ഐസിൽ ശിവനെ വരയ്ക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ എനിക്ക് ശിവനെ വരയ്ക്കാന്നല്ല പെയിന്റ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. നിങ്ങൾക്ക് വെള്ളത്തിന് മുകളിലല്ലേ ചിത്രം ചെയ്യാൻ പറ്റും, വെള്ളത്തിന് അടിയിൽ പോയിട്ടൊരു ചിത്രം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രോഗ്രാം സംഘടിപ്പിച്ച് ഞാൻ വരാം. അവരുടെ പട്ടാളക്കാർ നീന്തി തുടിക്കുന്ന വലിയൊരു 100 അടി വലിപ്പമുള്ള സ്വിമ്മിംഗ് പൂളിൽ 6 അടി താഴ്ചയിൽ പോയിട്ട് ഒരു ദിവസം മുങ്ങിക്കിടന്നു. ബലൂൺ കെട്ടി തീർത്ത് രാവിലെ 8 മണിയായപ്പോൾ നമ്മൾ ഫൈനൽ ഡ്രോണിൽ ആ ഷോട്ട്. അതുപോലെ തന്നെ പുകയിലും തീയിലും മണ്ണിലും പുല്ലിലും കല്ലിലും പാടത്തും പറമ്പിലൊക്കെ നമ്മൾ വെള്ളത്തിൽ വരച്ച വര പോലെ ഒരു പഴഞ്ചൊല്ലു പണ്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു 3-4 ചിത്രങ്ങൾ വെള്ളത്തിന് മുകളിൽ വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 വർഷമായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം, കർത്തുങ്കല പാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോകത്തിലെ 2ാമത്തെ കൊടുമുടിയുടെ മുകളിൽ വരെ നമ്മൾ പോയിരുന്നു. അതുപോലെ കുറേ നദികളും പുഴകളും ഈ ഐസിൻ്റെ പുറത്ത് അത് നേരിട്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ വെയിൽ വന്നാൽ ഐസ് ഉരുകാൻ തുടങ്ങും. മുകളിൽ മാത്രം പാട പിടിച്ച പോലെ ഒരു 5 അടി വലുപ്പത്തിൽ കനത്തിലാണ് ഈ നിൽക്കുന്നത്. അതിന് മുകളിൽ കയറി നിന്നിട്ടാണ് ഞങ്ങൾ ഈ ചിത്രം വരയ്ക്കുന്നത്. ഇടയ്ക്ക് ഈ ചൂട് വരുമ്പോൾ ഈ ഐസ് വീഴുമ്പോൾ പടക്കം പൊട്ട പോലെ പടപെടാക്കെ അവിടെയൊക്കെ ഒരു മാത്രമല്ല അടിയിലെ വെള്ളം ഇങ്ങനെ ഒരു സൗണ്ട് നമുക്ക് ഒഴുകുന്നതോ അല്ലെങ്കിൽ എന്തായാലും നമ്മൾ തുടങ്ങി അത് തീർത്തിട്ടേ പോരുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇതിന്റെ മുകളിൽ നിന്നിട്ടാണല്ലോ നമ്മൾ ഈ ചിത്രം ചെയ്തെന്നുള്ളൊരു. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഡാവിഞ്ചി സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടാ നമസ്കാരം. നമസ്കാരം. സുഖായിരിക്കുന്നു? കുറച്ച് തണുത്ത് മരവിച്ച് കുറച്ച് നാൾ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടായിരുന്നു ഇവിടെ വന്നപ്പോ. ഭയങ്കര ചൂടാണ്. അവിടെ മതിയെന്ന് തോന്നിയോ? അവിടെ ശരിക്കും പറഞ്ഞാൽ -12 ജീവിച്ചാണ്. ഞാൻ മാത്രമല്ല ഒരു രാത്രിയാകുമ്പോ ഒരു 18-20 ഒക്കെ വരും. അത്രയും തണുപ്പിന്നാണ് നമ്മള് നേരെ ഇങ്ങോട്ട് വന്നത്. അതായത് നമ്മൾ ഇവിടെ ജീവിച്ച ആൾക്കാർ തന്നെയാണല്ലോ, പൊരുത്തപ്പെടണമല്ലോ. ഐസിൽ ശിവനെ വരയ്ക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ എനിക്ക് ശിവനെ വരയ്ക്കാന്നല്ല പെയിന്റ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് പണിപ്പെട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് പോസിബിൾ ആക്കി തന്നത് സുരേഷ് ഏട്ടനാണ്. അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. എങ്ങനെ അത് പോസിബിൾ ആവോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ വെള്ളത്തിന് മുകളിൽ ചിത്രം വരച്ചിട്ടുണ്ട്. വെള്ളത്തിൽ വരച്ച വര പോലെ ഒരു പഴഞ്ചൊല്ലു പണ്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു 3-4 ചിത്രങ്ങൾ വെള്ളത്തിന് മുകളിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ പുകയിലും തീയിലും മണ്ണിലും പുല്ലിലും കല്ലിലും പാടത്തും പറമ്പിലൊക്കെ നമ്മൾ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഒരു 10 വർഷത്തോളമായിട്ട് ഞാനിപ്പോൾ പലപ്പോഴും പല വേദികളിലും അതുപോലെ തന്നെ ഇൻ്റർവ്യൂകളിലൊക്കെ പറയുമായിരുന്നു നമുക്ക് അടുത്തതായിട്ട് ഐസും കട്ടയിലും പെയിന്റ് അടിക്കണം എന്നുള്ളത്. നടക്കോ ഇല്ലേ എന്നുള്ള വിശ്വാസത്തിലല്ല, പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും കലാകാരന്മാർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്. കാരണം നമുക്ക് മാറ്റങ്ങളുടെ കാലമാണ്, തിരുത്തലുകളുടെ കാലമാണ്. നമ്മൾ പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പരിശ്രമിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ഇത്രയും വലിയൊരു ചിത്രം, ഇത്രയും കളർഫുള്ളായിട്ടുള്ളൊരു ചിത്രം, അതും ഐസിൽ നേരിട്ട് പെയിൻ്റ് അടിച്ച് ചെയ്യുന്നൊരു ചിത്രം നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു 2-3 വർഷമായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഐസുമ പെയിൻ്റ് അടിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ അന്തരീക്ഷ വായുവിൻ്റെ താപനില അനുസരിച്ചിട്ടാണ് ഇത് നടക്കുക. ഐസ് എപ്പോഴും ഉരുകിക്കൊണ്ടിരിക്കും, നമ്മൾ പുറത്ത് വെച്ചാൽ ഉരുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പെയിൻ്റ് അതുമ്മിൽ ഒരിക്കലും നിൽക്കില്ല. പക്ഷേ പെയിൻ്റ് ഉരുകാത്ത ഐസായിട്ട് തന്നെ മരം പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ തറ പോലെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അത് നടക്കും. അതാണ് അങ്ങനെ ഒരു ചിന്തയാണ് അവിടെ നമ്മൾ ലഡാക്കിൽ പോകാനുള്ള കാരണം. പക്ഷെ അവിടെ പോകുമ്പോഴും ഇങ്ങനെ നമുക്ക് ഇണങ്ങി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിനു മുമ്പ് ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. എൻ്റെ മിക്ക വർക്കുകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെല്ലുക, പരീക്ഷിക്കുക, ഒപ്പം വർക്കും ചെയ്ത് തീർത്ത് പോരുക എന്നുള്ളതാണ്. പക്ഷെ ഏത് പെയിന്റ് ചെയ്യുമെന്നുള്ളതൊരു വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ട് അവിടുത്തെ പെയിന്റ് കടകളിൽ കിട്ടുന്ന കുറേ പെയിന്റുകളൊക്കെ ഞങ്ങൾ വാങ്ങിയിരുന്നു. ഇനാമൽ പെയിന്റ് വാങ്ങിയിരുന്നു, എമൽഷൻ വാങ്ങിയിരുന്നു, സ്പ്രേ ബോട്ടിൽ വാങ്ങിയിരുന്നു, അതുപോലെ തന്നെ കളർ പൗഡറുകൾ വാങ്ങിയിരുന്നു. ഇതെല്ലാം നമ്മൾ മഞ്ഞിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഐസിൻ്റെ പുറത്തൊക്കെ. അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി പകുതിയോടുകൂടിയൊക്കെ
നല്ല തണുപ്പുള്ള സമയമാണ്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ജനുവരിയിലൊക്കെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് അവിടുത്തെ തടാകങ്ങളും അതുപോലെ തന്നെ പുഴകളും നദികളൊക്കെ മുകൾ ഭാഗം ഐസായി മാറും. അടിയിൽ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും, പക്ഷെ മുകളിലത്തെ ഒരു 5 അടിയോളം 6 അടിയോളമൊക്കെ വലുപ്പത്തിൽ കനത്തിൽ മൊത്തം ഇങ്ങനെ പാറ പോലെ ഉറച്ചങ്ങോട്ട് കിടക്കും. ആ സമയത്ത് അവിടുത്തെ കുട്ടികളും വലിയ ആളുകളൊക്കെ സ്കേറ്റിങ്ങിനും അതുപോലെ തന്നെ വണ്ടി ഓടിക്കാനും ജീപ്പ് ഓടിക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ പുറത്തു കൂടെ വരും. അപ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഫെബ്രുവരി പകുതിയോടുകൂടി ശരിക്കും പറഞ്ഞാൽ വെയിൽ അവിടെ ചൂട് കൂടി തുടങ്ങും. അപ്പോൾ ഐസ് ഉരുകി തുടങ്ങും. അപ്പം ഞങ്ങൾ ഈ പല സ്ഥലങ്ങളിലും അവിടെ ഇങ്ങനെ പോയി. കർത്തുങ്കല പാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോകത്തിലെ 2ാമത്തെ കൊടുമുടിയുടെ മുകളിൽ വരെ നമ്മൾ പോയിരുന്നു. അതുപോലെ കുറേ നദികളും പുഴകളും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടിരുന്നു. പക്ഷേയൊക്കെ ഐസൊക്കെ ഉരുകി തുടങ്ങി. നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻ്റൊന്നും കൃത്യമായിട്ട് പിടിക്കാത്തൊരവസ്ഥ. ആദ്യത്തെ 2-3 ദിവസം നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്യുമെന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്കൊരു സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പോലെ ഈ ഒരു എന്താ പറയുക, ഒരു നിമ്മു എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ജനവാസ കേന്ദ്രമല്ലാത്തൊരു ഏരിയയിൽ വലിയ ഒരു പുഴ പോലെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് മുകളിൽ ഐസ് മാത്രമായിട്ട് നിൽക്കുകയാണ്. അവിടെ കുറച്ച് മഞ്ഞുകൾ ഇങ്ങനെ പുറമേ പുതച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. അതിൽ കരയോട് ചേർന്നിട്ടുള്ളൊരു 20 അടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു 70 അടിയോളം നമ്മൾ ഈ മഞ്ഞൊക്കെ മാറ്റിയിട്ട് ആ ഐസിൻ്റെ മുകളിൽ നമ്മൾ ഈ എമൽഷൻ പെയിൻ്റാണ് നമ്മൾ ഉപയോഗിച്ചതിൽ ഏറ്റവും നമുക്ക് വെള്ളവുമായിട്ട് ഇണങ്ങുന്ന, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക പരിസ്ഥിതിയുമായിട്ട് അന്തരീക്ഷമായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു പെയിൻ്റാണ് നമ്മളുടെ എമൽഷൻ. വീടിനൊക്കെ അടിക്കുന്ന എമൽഷൻ പെയിൻറ്റ്. അത് അവിടെ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയായിരിക്കും. അപ്പോൾ അതൊരു വെള്ളം ഒട്ടും ചേർക്കാതെ ഈ ഐസിൻ്റെ പുറത്ത് അത് നേരിട്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ വെയിൽ വന്നാൽ ഐസ് ഉരുകാൻ തുടങ്ങും, അപ്പോൾ പെയിൻറ്റും പോകും. അങ്ങനത്തെയാണ് അവിടുത്തെ അവസ്ഥ. പക്ഷെ നമ്മൾ ജനുവരിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 മാസം വരെയൊക്കെ ചിലപ്പോൾ ആ ചിത്രം അങ്ങനെ തന്നെ നിൽക്കും. മഞ്ഞ് മുകളിൽ വീഴുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ പെയിൻറ്റിങ്ങിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്ത സമയം ഐസ് ഉരുകുന്നതിന് മുമ്പുള്ള ഒരു സമയമാണ് ശിവരാത്രി സമയം, അതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി നിന്ന് തലേ ദിവസം വെയിലാറിയ സമയത്ത് പോയിട്ട് 4 മണിയോടുകൂടി ചെയ്തു. ഒരു 6 മണിയോടുകൂടി നമ്മൾ സ്കെച്ചിങ് ഒക്കെ കഴിഞ്ഞു. തലമുടി കുറച്ച് ഭാഗമൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം -18ഉം 20ഒക്കെ ആയി തുടങ്ങും. രാത്രി ആയുള്ളൂ. കത്തിച്ചിട്ടൊക്കെയാണ് കൈയൊക്കെ ചൂടാക്കിയിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങുന്നത്. അപ്പം അത്തരത്തിൽ പിറ്റേ ദിവസം വെളുപ്പിനും അതിരാവിലെ വെയിലാവണതിന് മുമ്പ് തീർക്കണമല്ലോ. അപ്പോൾ അത് കാരണം അതിരാവിലെ വന്നിട്ട് 6 മണിക്ക് അവിടെ എത്തി. ഒരു മല ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ആ സ്പോട്ടിലെത്തണമെങ്കിൽ. അവിടെ വഴിയൊന്നും വേറെ റോഡോ കാര്യങ്ങളൊന്നുമില്ല. സാധനങ്ങളെല്ലാം ചോന്ന് ഈ മല ഇറങ്ങിയ ആ ഒരു തടാകത്തിൻ്റെ സൈഡിലെത്തിയതിന് ശേഷം ഞങ്ങൾ പണി സ്റ്റാർട്ട് ചെയ്ത് ഒരു 11 മണിയോടുകൂടിയൊക്കെ ഏകദേശം നമ്മൾക്ക് തീർക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. ആ ചിത്രത്തിൽ കാണുന്ന ആ വലുപ്പത്തിൽ 70 അടി വലുപ്പത്തിൽ ആ പെയിൻറ്റിങ് പൂർത്തിയാക്കാൻ സാധിച്ചു. പക്ഷേ വെയിൽ വരുന്ന സമയത്ത് ഐസ് വീഴാൻ തുടങ്ങും. അത് നമുക്കവിടെ അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാം. ശരിക്ക് ഒരു 2 മലയുടെ നടുവിലാണ് ഈ പുഴ പോലെ വെള്ളം നിൽക്കുന്ന നടുവിലൊക്കെ ആയിട്ട് ഒരു 100 അടി താഴ്ചയൊക്കെ ഉണ്ടാവും. അത്രയും വെള്ളമുള്ള ഒരു സ്ഥലത്ത് മുകളിൽ മാത്രം പാട പിടിച്ച പോലെ ഒരു 5 അടി വലുപ്പത്തിൽ കനത്തിലാണ് ഈ നിൽക്കുന്നത്. അതിന് മുകളിൽ കയറി നിന്നിട്ടാണ് ഞങ്ങൾ ഈ ചിത്രം വരയ്ക്കുന്നത്. ഇടയ്ക്ക് ഈ ചൂട് വരുമ്പോൾ ഈ ഐസ് വീഴുമ്പോൾ പടക്കം പൊട്ടണ പോലെ പടപെടാക്കെ അവിടെയൊക്കെ ഒരു സൗണ്ട് കേൾക്കും. ഞങ്ങളും ചെറുതായിട്ടൊന്ന് പേടിച്ചാണ് നിൽക്കുന്നത്. മാത്രമല്ല അടിയിലെ വെള്ളം ഇങ്ങനെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. ഒഴുകുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നതോ ഒക്കെ ആയിട്ടുള്ള സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം അത്രയും എന്തായാലും നമ്മൾ തുടങ്ങി, അത് തീർത്തിട്ടേ പോരുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു തുടങ്ങി. പക്ഷെ ഇതിന്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഒരു 20 അടി മാറിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. സൈഡ് ഭാഗങ്ങളിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കനം കുറവായിരിക്കും. വെള്ളത്തിന്റെ ഐസൊക്കെ നമ്മൾ ചവിട്ടിയാൽ ചിലപ്പോൾ അടിയിലേക്ക് താന്നു പോകും. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് മാറിയിട്ട് ഞങ്ങളെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു വെള്ളത്തിന്റെ അവിടുത്തെ ഒരു നീല പച്ച കളർ ഉള്ളൊരു സ്റ്റൈലിലുള്ളൊരു സ്ഥലത്താണ് നമ്മൾ അത് ചെയ്തത്. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വീണ്ടും ചെന്നു, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയാനായിട്ട്. അപ്പോഴാണിത് ഐസൊക്കെ പോയി വെറും പുഴയിട്ട് ഇങ്ങനെ വെള്ളമായിട്ട് കിടക്കണം അവിടെ. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണല്ലോ നമ്മൾ ഈ ചിത്രം ചെയ്തെന്നുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭഗവാൻ നമ്മളെ സഹായിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മൾ കൈലാസത്തിൻ്റെ പരിസരത്താണ് നമ്മൾ ആ ഒരു ചിത്രം ചെയ്തത്. ശിവഭഗവാന്റെ ചിത്രമാണ് ചെയ്തത്.
ശിവരാത്രിക്കാണ് ചെയ്തത്. കൈലാസം പ്രൊജക്റ്റാണ് നമുക്ക് സഹായകമായിട്ട് വന്നത്. പക്ഷേ അവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡ്രോൺ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മിലിറ്ററി ഏരിയയാണ്. അവിടെ പ്രത്യേക പെർമിഷൻ ഇല്ലാതെ നടക്കില്ല. അതുപോലെ പട്ടാളക്കാരുടെ സഹായം വേണം, പോലീസുകാരുടെ സഹായം വേണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ശ്രമങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ബിസിനസ് സെൻ്റർ ഉണ്ട്. അതിൽ ഒരു മെമ്പറാണ് ഈ വിവേകാനന്ദൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. മേജർ ജനറലായിരുന്നു അദ്ദേഹം. പണ്ട് ഇവിടുത്തെ ലഡാക്കിലൊക്കെ മേജർ ജനറലായിരുന്നു. അദ്ദേഹം റിട്ടയറായിട്ട് 12 വർഷമായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഴയ ബന്ധങ്ങളൊക്കെ വെച്ച് എല്ലാ പട്ടാളക്കാരായിട്ട് കണക്ട് ചെയ്തിട്ട് അവർ സംസാരിച്ച് അവിടുത്തെ പോലീസിൻ്റെ മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക പെർമിഷൻ, ഡ്രോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ തന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഒരു പട്ടാളക്കാരൻ, ഒരു ആർമി ഉദ്യോഗസ്ഥൻ നമ്മളെ കൂടെ, നമ്മൾ തുടങ്ങുന്നത് പോലെ അവസാനിക്കുന്ന വരെയുള്ള സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ നിർദ്ദേശങ്ങൾ തരാനും നമുക്ക് സഹായിക്കാനായിട്ട് മുന്നിൽ തന്നെ നിന്നുണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ തന്നെ അവിടുത്തെ കമാൻഡിങ് ഓഫീസർ അവിടുത്തെ ഒരു ചെറിയൊരു മെമ്മൻറ്റോ ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. അവിടെ ഒരു പട്ടാളക്കാരൊപ്പം ഒരു ദിവസം അത്താഴം കഴിക്കാനും പിറ്റേ ദിവസം ഉച്ചഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു അവസരം ക്യാമ്പിൽ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു അവർ. നമ്മളോടത് ചെയ്യാനുള്ള ഒരു കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ വെച്ചിട്ട് വെള്ളത്തിനടിയിൽ പോയിട്ട് ഞാനൊരു ചിത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച വിക്രം ബത്ര എന്ന് പറയുന്ന ഒരു സൈനികൻ്റെ ചിത്രമായിരുന്നു. അത് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞത്, കമൽഹാസന്റെ ഒരു ചിത്രം ഞാൻ വെള്ളത്തിന് മുകളിൽ ചെയ്തിരുന്നു. അത് ഫോം ഷീറ്റാണ്. നമ്മൾ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കുന്ന ഒരു 10 കളറേ അത് വാങ്ങാൻ കിട്ടുള്ളൂ. ആ 10 കളറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു കമൽഹാസന്റെ ഒരു 50 അടി വലിപ്പമുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയത്. അതൊരു യൂട്യൂബേഴ്സിന്റെ മീറ്റായിരുന്നു. അന്നൊരു ജാക്സൺ എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരത്തുള്ളൊരു യൂട്യൂബർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വെള്ളത്തിന് മുകളിലല്ലേ ചിത്രം ചെയ്യാൻ പറ്റും, വെള്ളത്തിന് അടിയിൽ പോയിട്ടൊരു ചിത്രം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രോഗ്രാം സംഘടിപ്പിച്ചു, ഞാൻ വരാം. നമുക്ക് പുതിയ മേഖലകൾ അല്ലെങ്കിൽ പുതിയ രീതികൾ നമുക്ക് പരീക്ഷിക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാം സംഘടിപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവരങ്ങനെയാണ് ഈ കാർഗിൽ ഡേക്ക് വിക്രം ബത്രയുടെ ഒരു ചിത്രം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. അത് അവിടുത്തെ പട്ടാളക്കാരുടെ കമാൻഡിങ് ഓഫീസറൊക്കെ പോയി കണ്ട്, ബ്രിഗേഡിയന്മാരൊക്കെ പോയി കണ്ടിട്ടാണ് നമ്മളതിനൊരു അനുമതി വാങ്ങിയത്. അപ്പോൾ അവരുടെ കാർഗിൽ ഡേക്ക് തന്നെയാണ് അവരുടെ പട്ടാളക്കാർ നീന്തി തുടിക്കുന്ന വലിയൊരു 100 അടി വലിപ്പമുള്ള സ്വിമ്മിംഗ് പൂളിൽ 6 അടി താഴ്ചയിൽ പോയിട്ട് ഒരു ദിവസം മുങ്ങിക്കിടന്ന് ടൈൽസുകൾ, ഇപ്പോൾ നേരത്തെ ഫോം ഷീറ്റ് നമ്മൾ വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കാനാണ് ഉപയോഗിച്ചെങ്കിൽ നമുക്ക് വെയിറ്റുള്ള സാധനം വേണം നമ്മൾ വെള്ളത്തിനടി ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് തിരുവനന്തപുരത്തുള്ള കുറേ ടൈൽസ് കടകളിലൊക്കെ നമ്മൾ കയറി ഇറങ്ങി പല നിറങ്ങളിലുള്ള ടൈൽസുകൾ സംഘടിപ്പിച്ചു. ആ ടൈൽസുകൾ ഉപയോഗിച്ചാണ് നമ്മൾ അടിയിൽ പോയിട്ടൊരു 50 അടി വലുപ്പത്തിൽ ഈ ഒരു ചിത്രം ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ഓൺ എയറിൽ ചെയ്യുന്ന പോലെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം നമ്മൾ അതിന് സ്കൂബ ഡൈവിങ് പഠിക്കണം. കാരണം വെള്ളത്തിനടിയിൽ പോയി കുറേ നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ജാക്സന്റെ കീഴിൽ തന്നെ അവിടെ ചെറിയ സ്വിമ്മിംഗ് പൂളിൽ പുറത്ത് ഓക്സിജൻ സിലിണ്ടറൊക്കെ ഫിറ്റ് ചെയ്ത് മുഖത്ത് കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് സ്കൂബ ഡൈവിങ് പഠിച്ച പിള്ളേരെ സഹായത്തോടു കൂടി നമ്മളത് പഠിക്കുന്നു. ഇതിൻ്റെ ബോയൻസി കൺട്രോൾ, ബ്രീത്തിങ് കൺട്രോൾ, ഇതൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല വെള്ളത്തിൻ്റെ അടിയിൽ പോയി. ആംഗ്യ ഭാഷയിലാണ് ഇതൊക്കെ പറയേണ്ടി വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷം അവരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെ ഇപ്പോൾ ടൈൽസ് ഇന്ന കളർ വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് ഈ കളർ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ പറയണം. അപ്പോൾ അവർ ടൈൽസ് കൊണ്ട് തരും. പിന്നെ നമ്മളുടെ കണ്ണുകൾ എന്ന് പറയുന്നത് ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കും. നമ്മൾ പുറത്ത് കാണുന്ന പോലെയല്ല, മീനുകളുടെ കണ്ണ് പോലെ നമ്മൾ വെള്ളത്തിനടിയിൽ പോകുമ്പോൾ ചിലപ്പോൾ 1 അടി ടൈൽസും കൊണ്ട് മുങ്ങും. പക്ഷേ അടി ചെല്ലുമ്പോൾ ഒരു 2 അടി വലുപ്പമുള്ള ടൈൽസാണ് നമ്മൾ പിടിച്ചിരിക്കുന്നതായിരിക്കും നമുക്ക് തോന്നുക. അതുപോലെ തൊട്ടടുത്താണെന്ന് വിചാരിക്കുന്ന പലതും കുറച്ച് അകലെയായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരൊറ്റ ദിവസം കൊണ്ട് 50 അടി വലുപ്പത്തിൽ വിക്രം ബത്രയുടെ ഒരു ചിത്രം നമ്മളത് പൂർത്തിയാക്കി എന്നുള്ളതാണ്. അതിന് അവിടുത്തെ ബ്രിഗേഡിയർ അദ്ദേഹം പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഒരു എക്സലൻസ് അവാർഡുണ്ട്, വെങ്കല മെഡൽ. അതെനിക്ക് തന്നു എന്നുള്ളതാണ്. ആ ജീവിതത്തിൽ കിട്ടിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതിയിട്ട്. കാരണം അന്ന് ഒരു URF വേൾഡ് റെക്കോർഡും അതോടൊപ്പം തന്നെ കിട്ടിയിരുന്നു. പക്ഷെ നമ്മളതൊന്നും ആഗ്രഹിച്ചിട്ടല്ല നമ്മളത് ചെയ്യുന്നത്. നമ്മളുടെ ഒരു ആഗ്രഹമാണ്, ഒരു കലാകാരൻ്റെ ആഗ്രഹമാണ്. 100 മീഡിയങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലൊരു ആഗ്രഹം. അപ്പോൾ 98ാമത്തെ മീഡിയം ആണ് നമ്മൾ ഈ ഒരു ഐസും കട്ടയിൽ പെയിൻ്റ് അടിച്ചെന്നുള്ളത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തീക്കട്ടയിലും
അതാണ് നമുക്കിനി പെയിന്റ് ചെയ്യാൻ ഞാനിനി ഞങ്ങളിങ്ങനെ സംസാരിക്കായിരുന്നു, ഇനി ചേട്ടൻ തീയില് മാത്രമേ പെയിന്റ് അടിക്കില്ല. തീയില് ഞാൻ ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഒരു 120 അടി വലുപ്പത്തിൽ ദീപങ്ങൾ നിരത്തി വെച്ചിട്ട് ഒരു ചിത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തീപ്പുലി എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മെഴുകുതിരി പുക കൊണ്ട് സീലിംഗിൽ ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ വെള്ളത്തിലും പാടത്തും പറമ്പിൽ എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിന്റെ താപനിലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐസും കട്ടയിൽ പെയിന്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഒരു 152ാം ഗാന്ധി ജയന്തി ദിനത്തിൽ 152 അടി വലുപ്പത്തിൽ ആ സ്റ്റേഡിയത്തിന്റെ വലിയ ഗ്രൗണ്ടിൽ ബലൂണുകൾ ഉപയോഗിച്ചിട്ട് ഗാന്ധിജിയുടെ ഒരു ചിത്രം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബലൂണിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വെയിൽ വന്ന പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിപ്പോവും, ബലൂൺ പൊട്ടിപ്പോവും. പക്ഷെ അതിനൊരു സമയമുണ്ട്. ആ നിശ്ചിത സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നടക്കുകയും ചെയ്യും. അപ്പോൾ തലേ ദിവസം 4 മണിക്ക് നമ്മൾ വെയിലാറിയതിന് ശേഷം ബലൂൺ കെട്ടി തുടങ്ങും. ഗ്രൗണ്ട് മുഴുവൻ ഫുൾ കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ റോപ്പ് ഉപയോഗിച്ച് ഗ്രാഫ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാഫിൻ്റെ മുകളിലൂടെ വല വിരിച്ചിരിക്കുന്നു. ആ വലയമലാണ് നമ്മൾ ഈ ബലൂണുകൾ കെട്ടുന്നത്. അപ്പോൾ ഒരു 100ഓളം പേര് സഹായത്തിനുണ്ട് ഈ ബലൂൺ കെട്ടാനായിട്ട്. അവർക്ക് എവിടെയാണ് കെട്ടേണ്ടത്, ഏത് കളറാണ് കെട്ടണമെന്ന് അറിയില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇന്ന സ്ഥലത്ത് ഇന്ന ചെവി വരുന്നിടത്ത്, കണ്ണ് വരുന്നിടത്ത്, ചുണ്ട് വരുന്നിടത്ത് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ഓരോ കളറുകളും കൊടുത്ത് വരച്ചിട്ട് കൊടുക്കും. ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുക, ഇത് ഇത്ര ബലൂൺ കെട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഫുള്ളായിട്ട് ഉറക്കളച്ച് നിന്നിട്ട് ഇത്രയും ആളുകൾ ബലൂൺ കെട്ടി തീർത്തു. രാവിലെ 8 മണിയായപ്പോൾ നമ്മൾ ഫൈനൽ ഡ്രോളിൽ ആ ഷോട്ട് എടുത്തു.